ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാതെ ഒരുപാട് ഓയിലൊന്നും ഇല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു സമൂസ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു അറബിക് സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലൊരു സവാള ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന സവാള ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നമ്മൾ ഇത് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതൊക്കെ ഓരോ കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കാബേജും ക്യാരറ്റും ക്യാപ്സിക്കം കൂടിയും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഓരോ കപ്പോളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ക്യാപ്സിക്കം ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്, അതിൽ പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും വല്ലാതെ കുക്കായി വരരുത് കേട്ടോ, ഒരു ഹാഫ് കുക്കോളൊക്കെ ആയി കിട്ടിയാൽ മതി. അപ്പോൾ 1 മിനിറ്റിനും താഴെ അത്ര സമയം മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെക്കും ചെയ്ത് തടച്ച് വെക്കും ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ പൊടികൾ. നമ്മൾ വേറെ മറ്റുള്ള മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആകെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും. കാശ്മീരി ചില്ലിപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ, കാരണം നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളക് ചേർത്ത് കൊടുത്തല്ല. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ചെറിയൊരു കളർ ഇട്ടാൽ വേണ്ടി ചേർത്താൽ കേട്ടോ. ഇനി ഈ പൊടികളുടെ ഒരു പച്ചച്ചോയ മാറുന്നത് വരെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചുള്ള ഒരു ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തു, അത് ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കന് എല്ലാത്ത പീസ് എടുത്തിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സർ ജാറിട്ട് അടിക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടിപ്പോയി, അതാണ് ഇത്രയും പൊടിയായിട്ട് കിട്ടിയത് കേട്ടോ. ഇത്രയും മിക്സർ ജാറിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നുകൊണ്ട് കറക്കിയെടുത്താൽ മതി. ഇത് വല്ലാതെ ഒന്ന് അടിഞ്ഞു പോയിട്ടുണ്ട്. സാറിൽ എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയ ശേഷമാണ് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടി ഇട്ടിട്ടൊന്നുണ്ട് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അറബിക് സമൂസ ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു അറബി നാട്ടിലൊക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ സമൂസയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട്, പിന്നെ നമ്മുടെ ഒരു വെജിറ്റബിൾസൊന്നും ഒരുപാട് കുക്ക് ചെയ്യുകയൊന്നും ചെയ്യാതെ തന്നെ അവരൊക്കെ ഈ ഒരു സമൂസയൊക്കെ റെഡിയാക്കാം കേട്ടോ. ഇനി ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇത് ഇങ്ങനെ മടക്കാനുള്ള ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവേക്കാറല്ലേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ച് മായത്തൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിങ് ഒന്ന് ചെറുതായി ചൂടൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ആക്കണ്ട, ഒന്നുകൊണ്ട് ചൂട് പോയതിന് ശേഷം ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുത്താൽ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മസാലയാണ് കേട്ടോ. ഈ ഒരു സമൂസയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഒരു മസാല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വല്ലാതെ കൂടുതൽ എണ്ണ ഒന്നും ചേർക്കാതെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി തന്നെയാണ് കേട്ടോ ഈ ഒരു സമൂസ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സമൂസ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിലെ ഒരു ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഓരോ നോമ്പ് വരുമ്പോഴും നമ്മൾ വിചാരിക്കും ഈ പ്രാവശ്യത്തെ നോമ്പിന് ഇനി പൊരിച്ച കടികളൊന്നും ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ എങ്ങനെ നമ്മൾ ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചാലും കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പിന്നെ പറയും വേണ്ട, എന്തായാലും അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിയുന്നത്ര ഹെൽത്തി ആക്കിയിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ആക്കുകയാണെങ്കിൽ പച്ചവെള്ളം ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു ടീസ്പൂണോളം പൊടി എടുത്തിട്ട് ഒന്നൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണയിൽ മുക്കി പൊരിക്കണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരു പാനിൽ ഒരു 1-2 ടേബിൾ സ്പൂണ് ഒന്ന് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഒരുപാട് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാത്ത രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിം വല്ലാണ്ട് കുറച്ച് വെക്കേണ്ട, അപ്പോഴാണ് എണ്ണ ഒക്കെ കുടിക്കുക. എന്നാൽ ഫ്ലെയിം വല്ലാതെ കൂട്ടി വെക്കും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഇനി പുതിയ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരും